ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. എത്തിയിട്ടൊന്നുമില്ല മേലെ. അയ്യോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ വാട്ടർഫോൾസിൻ്റെ? പറ്റിയാന്ന് ചോദിച്ചു. മൈക്ക് അകത്തേനുള്ളൂ. ഇനി മൈക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി സംസാരിച്ചുകൊണ്ട് പോവാം. ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ കയറി എത്തുന്നില്ല. ഇനിയും 7 കിലോമീറ്റർ കാണുന്നുണ്ട്. പക്ഷെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ എക്സാക്റ്റ് സ്ഥലത്തൊന്നുമല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ഈ ട്രയൽസ് ഉദ്ദേശിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത്. ട്രയൽസൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി. ബൈക്കേഴ്സും കാര്യങ്ങളൊന്നും ഇന്നധികം ഈ റോട്ടിലില്ല കേട്ടോ. അധികവും കാറ്, ടാക്സി, ജീപ്പ്, പിന്നെ ഇവിടുത്തെ ലോക്കൽസ് സ്കൂട്ടറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. വേറെ ആരും ഇല്ല. മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. കാരണം റോഡ് നല്ല വെറ്റാ. നിർത്താൻ ഒരുപാട്, ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പോട്ടുണ്ട് കേട്ടോ. ഈ കയറുന്ന വഴിയിൽ കുറേ വാട്ടർഫോൾസ് എന്ന് പറയാൻ പറ്റില്ല, ഫൗണ്ടൈൻസ് ചെറിയ അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെയർ പിന്നോ അത്യാവശ്യം ഒരു മീഡിയം ലെവൽ തണുപ്പ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പണ്ടരം ജാക്കറ്റും മറ്റതും എല്ലാം വലിച്ചു വാരിയിട്ടിട്ടും തണുപ്പടിക്കുന്നുണ്ട് അകത്തേക്ക്. കോട മാത്രം മിസ്സിങ്, കോടയും ചെറിയൊരു മഴയും മാത്രം മിസ്സിങ്. ക്ലൈമറ്റ് അടിപൊളിയാണ്. ബാക്കി കണ്ട ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഫൗണ്ടൈൻസ് കാര്യങ്ങളുണ്ട്. കുറേ ആൾക്കാർ കുളിക്കുന്ന കണ്ടതായിരുന്നു ഇതേപോലത്തെ ചെറിയ ഇതിൽ നിന്ന്. കുറച്ച് നേരത്തെ നല്ല റോഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പിന്നെയും പാച്ചിട്ട റോഡായി. ഈ ഗൂഗിൾ മാപ്പ് ഇത് കുറേ വെള്ളവും കുപ്പിയെല്ലാം കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. എന്തിനാണാവോ? ഓ മാൻ, ആളെപ്പറ്റി പറഞ്ഞേ ഉള്ളൂ. ആളിതേ ഉണർന്ന് വരുന്നുണ്ട്. കോട ലെഫ്റ്റ് കാണിക്കോ, കാണാൻ പറ്റുമെന്നറിയില്ല. എന്നാലും താഴേന്ന് മേലേക്ക് കയറി വരുന്നുണ്ട്. കണ്ടോ? കോടയാവാൻ തന്നെയാണ് ചാൻസ്, മേഘമല്ല എന്തായാലും. പശുക്കൾ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ വൈകുന്നേരം ആ ഒരു സമയത്താൻ തോന്നുന്നു കുറച്ചും കൂടിയുള്ള ആൾക്കാർ വന്ന് തുടങ്ങുന്നത്. കാരണം ടീ ഷോപ്പും മറ്റേ ഒന്നും ഓപ്പൺ ആക്കിയില്ല. സ്നാക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഷോപ്പും കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ല. വിഷയം സ്ഥലം കേട്ടോ. പക്ഷെ അവിടെ വേറെ ആൾക്കാർ കാറ് നിർത്തിയിട്ട് ഓ മാൻ, സീൻ വിഷയം. ഏതായാലും വന്നതല്ലേ, നൈസായിട്ടൊന്ന് കയറിയിട്ട് പോവാം. കയറാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. ചെറിയൊരു കയറ്റം കാണുന്നുണ്ട്, നോക്കട്ടെ പറ്റുമോ കയറാൻ.
ഇതാണ് അവസ്ഥ. എന്തൊക്കെ പരിക്ക് പറ്റിയെന്ന് പടച്ചവനറിയാം. ഓ ഫക്ക്. നമുക്ക് വണ്ടി സമാധാനപരമായിട്ട് എവിടെയെങ്കിലും നിർത്തിയിട്ട് ചെക്ക് ചെയ്യാം മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ ഹാൻഡിൽ ലൂസായിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ക്രാഷ് കാർഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് പൊട്ട ക്രാഷ് കാർഡ് ആയിരിക്കുന്നു. പക്ഷേ ഈ ഒരു സാധനം കൊണ്ട് മാത്രമാണ് ടാങ്കിനൊന്നും പറ്റാണ്ടിരുന്നത്. ആകെ ഈ ലിവറിൻ്റെ പ്രശ്നം മാത്രം. അത് ഈ പിഴച്ച നക്കിൾ കേട് കാരണമാണ് ലിവറിന് ഈ ഗതി വന്നത്. സാരമില്ല. പിന്നെ ഉള്ളൊരു പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മയിര് സൈലൻസർ ഉണ്ട്, ഇവിടെ നന്നായിട്ട് കിട്ടി, ഇവിടെയും ഈ ഭാഗത്ത് ഇതൊക്കെ പിന്നെ ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇത് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയെല്ലാം സെറ്റ്. ഫ്രണ്ട് ബ്രേക്ക് ഇല്ലേ, ബാക്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇനിയിപ്പോൾ എങ്ങനെ ട്രയൽസ് കയറുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ട്രയൽസ് കയറിയിട്ട് ഇനി അടുത്ത ബാക്ക് ബ്രേക്ക് പോയിട്ടുണ്ടെങ്കിൽ തള്ളി കൊണ്ടുപോകേണ്ടി വരും വണ്ടി. ഓക്കെ, എന്തായാലും കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ചലിക്കുക. കോട നൈസായിട്ട് വന്ന് കയറിയിട്ടുണ്ട് ഇവിടെ. ഇതിലിറങ്ങാം. ഹാൻഡിൽ ബെൻഡായിട്ടുണ്ടോ എന്ന് ചെറിയൊരു സംശയം. യെസ്, ഇറ്റ് ഈസ്. ഹാൻഡിൽ ബെൻഡായിട്ടുണ്ട്. മയിര് ഹാൻഡിൽ ലെഫ്റ്റ് സൈഡോട്ട് ചേർന്നിട്ടാണുള്ളത്. ഹാൻഡിൽ ബെൻഡായതാണോ ഇനി
ഗൈസ് ക്ലൈമറ്റ് വളരെ വളരെ അബദ്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നമ്മൾ വന്ന ഭാഗത്തൊന്നും കോടൊന്നുമില്ല. ഇവിടെയൊക്കെ വെയിൽ, ഇവിടെ ഒരു വെള്ളമുണ്ട്, അത് തെറിപ്പിച്ച് പോവാം. എന്താ ഒരു നോർമൽ ഒരു ക്ലൈമറ്റ് പോലുണ്ട്, ഒരു സുഖം കിട്ടുന്നില്ല. നൈസായിട്ട് തിരിച്ചിറങ്ങാം. ഓ അവിടെ ഒക്കെ സെറ്റ് കോടയാന്ന് തോന്നുന്നു. സെറ്റ് വ്യൂ അല്ലേ. ഇത്രേ ഹൈറ്റ് നമ്മൾ ഇറങ്ങി ഇവിടെ എത്തി. ഇതാരുടെ ഇൻഡിക്കേറ്റർ ഇടുന്നത്? ആഹാ KSRTC ഒക്കെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയ പണി എന്തൊക്കെയാന്ന് വെച്ചാൽ, ഹാൻഡിൽ ബാർ ബെൻഡായി, അപ്പോൾ ഹാൻഡിൽ ബാർ മാറേണ്ടി വരും. പിന്നെ ബ്രേക്ക് ലിവർ പൊട്ടി, അഡ്ജസ്റ്റബിൾ, അതിന് നല്ല എമൗണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എമൗണ്ടിനേക്കാളും പ്രശ്നം മറ്റേ ഇതാ സ്പെയറിൻ്റെ സ്പെയർ ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. ഒന്നാമത് അഡ്വഞ്ചറിൻ്റെ സ്പെയർ ചെയിൻ സ്പ്രോക്കറ്റ് പോലും ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം പോയി മാറ്റാൻ നോക്കുന്നേരം. പിന്നൊന്നും കിട്ടിയില്ല. പിന്നെ ക്രാഷ് കാർഡ് എടുത്ത് ഇമ്പാക്റ്റ് മൊത്തം ക്രാഷ് കാർഡ് ബെൻഡൊന്നും ആയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഹൈ സ്പീഡിലല്ല വീഴുന്നത്, മറിഞ്ഞ് മാത്രമേ വീണിക്കുള്ളൂ. ഈ ഹാൻഡിൽ ബാർ ബെൻഡായത് ഞാൻ ആ ചളിയിൽ നിന്ന് വീണില്ലേ, ആ സമയത്താണ് ഹാൻഡിൽ ബാർ വീണത്. ഇനി ഹാൻഡിൽ ബാർ വീണതാണോ അല്ലെങ്കിൽ കോൺസെൻറ്റ് അലൈൻമെൻറ്റ് പോയതാണോ എന്നറിയില്ല. ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാർ ബെൻഡാവാനായിട്ടുള്ള ഒരു വീഴ്ചയൊന്നും വീണിട്ടില്ല. കാരണം ചളിയാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള ചളി. കാഞ്ഞാറ് മൂലമറ്റം. ഓ ഇവിടെയൊക്കെ ഉള്ള വീട് നോക്കി. മുകളിൽ പോയി സമാധാനമായിട്ട് ബിസ്ക്കറ്റെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബിസ്ക്കറ്റെല്ലാം ബാഗിൽ തന്നെ. ഇനി താഴെ ഇറങ്ങിയിട്ട് ഒരു ചായയും കുടിക്കാം, അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും കഴിച്ചിട്ട് നേരെ ലെറ്റ്സ് ഗോ ടു ഹോം. ഒന്നാമത് ക്ലൈമറ്റ് ഭയങ്കര ശോകന്ന്. ഞാൻ വെറുതെ മയക്കോട്ടും പണ്ടാരൊക്കെ ഇട്ട് വന്നിട്ട് ജാക്കറ്റ് മാത്രം ഇട്ട് വന്നാൽ മതി, ജാക്കറ്റും പാൻറ്റും. മഴയില്ല. ഫസ്റ്റ് ടൈമാണ് ട്രയൽസ് വന്നിട്ട് വീഴുന്നത്. സാധാരണ ഞാൻ വൈഫുമായിട്ട് വരുന്ന സമയത്ത് ഒരുവിധപ്പെട്ട എല്ലാ ടെക്നിക്കൽ ടെറൈനിൽ കൂടി ഞാൻ അവളെ പില്യണിരുത്തിയിട്ട് കയറി പോക്കുണ്ട്. ഓ ഇന്നെന്ത് പറ്റിയെന്ന്. ഇതൊക്കെ സർവ്വസാധാരണം. ട്രയൽസ് പോകുമ്പോൾ വീഴും. നമുക്കൊന്നും പറ്റാണ്ടിരുന്നാൽ മതി. വണ്ടി നമുക്കെപ്പോൾ വേണമെങ്കിലും നന്നാക്കാം. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ഇറങ്ങി താഴെ എത്താറായി ഓൾമോസ്റ്റ്. പിന്നെ ഇനി മൊത്തം ട്രാഫിക്കിലൂടെ ഉള്ള റൈഡ് നിങ്ങളെ കാണിച്ചിട്ട് എന്തായാലും ബോറടിപ്പിക്കുന്നില്ല.
അടിപൊളി ഒരു വീഡിയോ. ഈ നെക്സ്റ്റ് ഒരു നെല്ലിയാമ്പതി ട്രിപ്പ് പോകണമെന്നുണ്ട്. മഴ ഒന്നും കൂടി ഒന്ന് സെറ്റാകട്ടെ, എന്നിട്ട് ഒരു നെല്ലിയാമ്പതി വണ്ടി ട്രിപ്പ്. കഴിഞ്ഞ നെല്ലിയാമ്പതി അല്ല കേട്ടോ, ഇത് വേറെ ലെവൽ നെല്ലിയാമ്പതി ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ഇല്ല വീഡിയോയിൽ, എന്നാലും എന്തെങ്കിലും പോസിറ്റീവ്സും നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും വിട്ടുകൊണ്ട. അപ്പോൾ see you in the next video. Bye bye.